ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. മുളയരി അല്ലെങ്കിൽ ബാംബൂ റൈസ് ആണ് പായസം. ഇതിന് വേണ്ടത് 1 കിലോ മുളയരി, 1/4 കിലോ സാബൂനരി, അണ്ടിപ്പരിപ്പും മുന്തിരിയും 50 ഗ്രാം, പിന്നെ ഒരു തേങ്ങ കൊത്തിയരിഞ്ഞത്, 5 ലിറ്റർ പാല്. നമ്മൾ എല്ലാം കുറച്ച് അധികമാണ് എടുത്തിരിക്കുന്നത്. പായസം നമ്മൾ കുറച്ചധികമാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് ഏലക്ക, ജീരകം, ചുക്കാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് പൊടിച്ച് വെക്കാം. പിന്നെ എളുപ്പത്തിൽ പൊടിയാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ആദ്യം നമ്മൾ അരി കഴുകുക. എന്നിട്ട് നമ്മൾ കുക്കറിലോട്ടിട്ട് 4 ലിറ്റർ വെള്ളം ഒഴിക്കുക. വേവ് കൂടുതലുള്ളതുകൊണ്ട് 4 വിസിൽ ഇടിക്കുക. അപ്പോൾ അരി വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അരി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ പായസം വെക്കുന്ന ചെരുവത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതിലാണ് പായസം വെക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾ വെന്ത ചോറ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വെല്ലം, 2 കിലോ വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് ആ ചോറിലോട്ട് ഇട്ട് കൊടുക്കുക. വെല്ലം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഇളക്കി അത് ഉരുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 5 ലിറ്റർ പാല് ഇത് പായസം കുറുകുന്നതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടിക്ക് പിടിക്കാതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പായസം നമുക്ക് കുറുകാനും സെറ്റാവാനൊക്കെ സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് സാബൂനരി കഴുകി 2 വിസിലിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ അതിന് ശേഷം വേവിച്ച സാബൂനരി പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് വേണ്ട പാല് നമ്മളിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്ത് അടിക്ക് പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട പായസത്തിന് പാകമാവുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ 1.5 മണിക്കൂറായി, പായസം റെഡിയായി. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം, ഏലക്ക, ചുക്ക് ഇത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അടുത്തതായിട്ട് നമുക്ക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി എടുക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ബ്രൗൺ ഗോൾഡ് കളർ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കളർ മാറുന്ന വരെ, ഒരു ഗോൾഡ് കളർ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പത്ത് മിനിറ്റ് മൂടി വെക്കുക. നമ്മുടെ മുളയരി പായസം റെഡിയായിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങളുടെ നാട്ടിൽ വേറെ രീതിയിൽ മുളയരി പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.